ആയുർവേദത്തിൽ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകുന്ന ഒരാളെ എങ്ങനെയാണ് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുക? നമ്മുടെ ചികിത്സാ രീതി ഏത് ഘട്ടത്തിൽ ആരംഭിക്കണം? നമുക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മുടെ അടുത്ത് ആ പേഷ്യൻ്റ് വരിക. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ തന്നെ പക്ഷാഘാതേ വിരേചനം എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു വിരേചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് ഈ ലൂസ് മോഷനുള്ള മെഡിസിൻസ് കഴിക്കുക, വയറിളക്കുക എന്നാണ്. അത് ചെയ്തിട്ടായിരിക്കണം കഴിയുന്നതും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങുക. അതൊരു ശോധന ചികിത്സയാണ്. നമുക്ക് രണ്ട് രീതിയിൽ ചികിത്സ, ശോധനം, ശമനം എന്നുണ്ട്. ഈ ശോധന ചികിത്സയിലാണ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ വരിക. ശമന ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തേക്ക് മരുന്ന് കൊടുക്കണം. അതിനും ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ മരുന്ന് കൊടുക്കുന്നതിൽ മഹാരാസ്നാദി, അഷ്ടവർഗം അങ്ങനെയുള്ള മരുന്നുകളൊക്കെയാണ് കൊടുക്കുക. സഹചരാദി പോലുള്ള കഷായം, ധാന്വന്തരം ആവർത്തിയൊക്കെ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷീരബലാവർത്തി അങ്ങനെയുള്ള മരുന്നുകൾ അകത്തേക്ക് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ശമന ചികിത്സ നിർവഹണമുണ്ട്. അതായത് നമ്മൾ ആമാവസ്ഥ, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ അവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കണം. അതിന് ഡൈജസ്റ്റീവ് പവർ, അഗ്നിയെ ദീപിക്കുന്നതിനായിട്ടുള്ള വൈശ്വാനര ചൂർണം, ഹിങ്കുവജാതി ചൂർണം അങ്ങനെയൊക്കെ മരുന്നുകൾ കൊടുക്കണം. ഒപ്പം തന്നെ എന്നിട്ട് ആദ്യം നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും. ഉടനെ അങ്ങ് എണ്ണ ഇടുകയോ ഒന്നും അല്ല, കിഴി ചെയ്യുകയോ ഒന്നും അല്ല ചെയ്യുക. ആദ്യം നമ്മൾ ഉദ്വർത്തനം പോലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്, ധാന്യാമ്ലധാര പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് ആദ്യത്തെ ഈ സ്രോതോരോധം ഒന്ന് മാറ്റിയ ശേഷം പിന്നെ നമ്മൾ വാത ചികിത്സ ചെയ്യും. അതിനാണ് നമ്മൾ എണ്ണയിട്ട് അഭ്യംഗം ചെയ്യുക, അല്ലെങ്കിൽ നസ്യം ചെയ്യുക. നസ്യമാണ് നമ്മുടെ ഈ ബ്രെയിനിനെ ഏറ്റവും നറിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പഞ്ചകർമ്മ ട്രീറ്റ്മെൻ്റ് ആണ് നസ്യം. മൂക്കിൽ മരുന്നൊഴിക്കുക. അതിന് കുറേ പ്രൊസീജിയറിന് ഫോർമാലിറ്റീസ് ഉണ്ട്. അതിനനുസരിച്ച് നസ്യം ചെയ്യുക, ഇലക്കിഴി അല്ലെങ്കിൽ നാരങ്ങാക്കിഴി അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് ക്ഷീരധൂമം എന്ന് പറയും. നമ്മൾ പാൽപ്പുക ഏൽപ്പിക്കുക. നമ്മൾ ക്ഷീരം, കുറുന്തോട്ടി, ദശമൂലം ഒക്കെ ഇട്ട് പാലുണ്ടാക്കി അത് വെച്ച് സ്റ്റീം ചെയ്യുക. അതൊക്കെ ചെയ്യുന്നത് വഴി ഈ ഫേഷ്യൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഒരുപാട് ഹെൽപ്പിംഗ് ആവും. ആ നെർവിനെയൊക്കെ സ്റ്റിമുലേഷൻ കിട്ടും. അതൊക്കെ ചെയ്ത് നമ്മൾ പിന്നെയാണ് ഈ നസ്യം ചെയ്തു. അതും കഴിഞ്ഞിട്ട് ശിരോധാര ചെയ്യും, തൈലധാര അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഡാമേജ് ആയിട്ടുള്ള സെൽസൊക്കെ ഒരു പരിധി വരെ. അതിൻ്റെ ഒപ്പം ഏറ്റവും പ്രധാനമാണ് ഫിസിയോതെറാപ്പി, എക്സസൈസ് കൂടി. നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മൾ അതുകൂടി ചെയ്ത് ദിവസം നടത്തുന്ന രീതിയിൽ ആദ്യം അല്ലാതെ നടത്തുക, വോക്കർ വെച്ച് നടത്തുക, പിടിച്ച് അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അവരെ ഒരുവിധം 80% നമുക്ക് അക്യൂട്ട് സ്റ്റേജ് ആണെങ്കിൽ, ഉടനെ ആയതാണെങ്കിൽ മാറ്റാൻ പറ്റും.